താങ്കൾ ഈ മേഖലയിലുള്ള ആളാണല്ലോ അല്ലെ? താങ്കൾ ഇവിടെ എവിടെയൊക്കെയാണ് വീടുകളുണ്ടായത്? ഇവിടെ നമ്മളെ വീട് കാണുന്ന ഈ സ്ഥലത്താണ് നമ്മളെ വീട്. താങ്കളുടെ വീട് നിൽക്കുന്നത് ഇവിടെയായിരുന്നു എന്റെ വീട്, വല്യച്ഛന്റെ വീട്, നമ്മളെ സുഹൃത്തിന്റെ വീട് ഒക്കെ തൊട്ട് അടുത്തടുത്ത് തന്നെയാണുള്ളത്. പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് സോബിൻ. അപ്പൊ അന്ന് എന്താ സംഭവിച്ചു ഇങ്ങനെ വന്ന? അന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല, നമ്മളിവിടെ മാറി താമസിക്കുകയും ചെയ്തത്. അതിങ്ങനെ ആദ്യഘട്ടത്തിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും മാറിയിരുന്നു? ആദ്യഘട്ടത്തിൽ അന്നും രാവിലെ തന്നെ നമ്മളിവിടുന്ന് മാറി. നമ്മൾ രാവിലെ തന്നെ വെച്ചാൽ അച്ഛനും അച്ഛമ്മനെയും വല്യച്ഛനെയൊക്കെ ഇവിടെ മാറ്റി പാർപ്പിച്ച് പാർപ്പിച്ച് വേറെ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ച് നമ്മളവിടെ താഴെ കോട്ടേഴ്സ് ഉണ്ട്, നമ്മളവിടെ പാർപ്പിക്കുക ചെയ്തു. അനുഗ്രഹമായി, അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ തീർച്ചയായും 100% രക്ഷപ്പെടുത്താൻ. നമ്മൾ ഇവിടെ അടുത്ത് അപ്പുറത്തും വന്നവരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്ത് വരും, കാര്യങ്ങളുണ്ട്, താഴെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ ഇനിയിപ്പോ എന്താണ് പ്രധാനമായിട്ട് തെരച്ചിൽ നടത്തേണ്ടത്? ആരെങ്കിലും ഉൾപ്പെട്ട് പോയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? 100% ഇവിടെ ഉൾപ്പെട്ട് പോയിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞാൽ കിട്ടുമോ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അത് എവിടെയുള്ളവരാണ് ഉൾപ്പെട്ട് പോയിരിക്കുന്നത്? അത് മാറാത്തവരാണോ? ഇവിടെ മാറാത്തവര്. എത്ര പേര് മാറാതെ ഉണ്ടാവും? അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല. നമ്മൾ തൊട്ടപ്പുറത്ത് മലയിലുള്ള അവര് വരെ അപ്പുറത്തെ ഒരു മുണ്ടൊക്കെ അപ്പുറത്തൊരു ഗ്രാമമുണ്ട്, കുറച്ച് വീട്, അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരു വീട്ടിലേക്ക് വന്ന് താമസിച്ചു. ഒരു ചേട്ടനനിയന്മാരാ. പിന്നെ തൊട്ട് മേലെ ഉണ്ണി, അവരും വന്നിട്ട് ഇവിടെ താമസിച്ചു. കുടുംബക്കാരാണ് 12 പേര്. അവർ 2 പേരും വന്ന് ഇവിടെ താമസിച്ചു. ഈ വീട്ടിലുള്ള 5 പേരും ടോട്ടല് മൊത്തം 12 പേര്. ആ 2 വീടും പോയിട്ടില്ല. പക്ഷെ ഇവര് വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അവർ മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ വീട്ടിൽ ഇത് സേഫ് ആണെന്ന് വെച്ചിട്ട് ഇവിടെ വന്നത്. പക്ഷെ ഈ വീട് പൂർണ്ണമായി പോയി. അതിന് തൊട്ടടുത്തുള്ള ഗഫൂർ, പിന്നെ താഴെ ബദർ ഒക്കെ നമ്മളെ സഹപ്രവർത്തക ജീപ്പ് ഡ്രൈവർ ലത്തീഫ്, അവരടക്കം പോയി. പക്ഷെ നിങ്ങൾ മക്ക് മാറാൻ കഴിഞ്ഞു അല്ലെ? നിങ്ങൾ മാറാൻ കഴിഞ്ഞു. അപ്പോ ഈ പോയെന്ന് പറയുമ്പോ ഇത് ഇത്രയും ഒന്ന് ആഞ്ഞടിക്കുകയാണല്ലോ. അപ്പോ ഈ ഒഴുക്കിലൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടാവുന്നതാണോ ഇപ്പൊ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണോ? തീർച്ചയായിട്ടും ഒഴുക്കിലൂടെ തന്നെ പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇത് പ്രതീക്ഷിക്കാത്തൊരു മഴയുള്ള പാച്ചിലാണ്. ഇത് പുഴയും ഇതും തമ്മിൽ കുറച്ച് ഡിഫറന്റ് ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇതൊരു കുന്നാണ്, സേഫ് ആയിരുന്നു ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അപ്പുറത്തുള്ളവർ ഒറ്റപ്പെട്ട് പോകേണ്ട വെച്ചിട്ട് ഒരിക്കൽ 2020 പൊട്ടിയ സമയത്ത് അപ്പുറത്തുള്ളവർ ഇവിടെ വന്ന് ഒറ്റപ്പെട്ട് പോയ സമയത്ത് റെസ്ക്യൂ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഇപ്പൊ അത് അപ്പുറത്ത് ഗ്രാമത്തേക്കേ പോകാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഈ ദൌത്യ സംഘം അല്ലെങ്കിൽ അവർക്ക് നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പ്രദേശവാസികളായിട്ട് ആരും എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കൊടുക്കാൻ ചില സ്ഥലങ്ങളിൽ ഇല്ല. അതാണ് അവർ നേരിടുന്ന മറ്റൊരു കാര്യം. ഇപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ, ചിത്രം എന്താണ്? ഇവിടെയൊക്കെ ആരൊക്കെ ക്യാമ്പിലുണ്ടോ, എങ്ങനെയാണ്? ഇവിടുത്തെ ഇപ്പൊ ഞാൻ കണ്ടതില് കുറച്ച് പേര് നമ്മളെ തൊട്ടുമേലുള്ള അലവി, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളെ ക്യാമ്പിലുണ്ട്, അങ്ങനെ എടുത്തു പറയാനുള്ളവര്. പിന്നെ താഴെ ലത്തീഫ്, അവരെ വൈഫുണ്ട്. അവർ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ നിലവിലവിടെ. ബാക്കിയുള്ളവർ പൂർണ്ണമായിട്ട് പോയി. പിന്നെ ഞങ്ങളെ ഫാമിലി എല്ലാവരും ക്യാമ്പിലുള്ളത്. മാറാത്തവരാണ് ഉൾപ്പെട്ടു പോയിരിക്കുന്നത്. അങ്ങനെ മാറാത്തവർ ഏകദേശം എത്ര ഉണ്ടാവും? ഇപ്പൊ ഞാൻ കണക്ക് പറഞ്ഞില്ല, ഇപ്പൊ ഏകദേശം ഒരു 26-27 പേരോളം നമ്മൾ ഇവിടെ കണ്ടതിലുണ്ട്. പിന്നെ അതിൽ മാറിയവരുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടല്ല പറയുന്നത്. ഈ ഒരു കല്ല് ആർമിക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കല്ല് കാണിച്ചു തന്നിട്ട് അവർ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞതിൽ കുറഞ്ഞ വീടുകളുടെ കണക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു ചുറ്റളവിൽ ഈ ചെറിയൊരു ഗ്രേയിൽ. പിന്നെ കുറച്ച് അങ്ങോട്ട് വീടുണ്ട്, വീടില്ലാന്നല്ല, ഒരുപാട് വീടുണ്ട്. ഒരു 10-26 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ തുടക്കം കുറിച്ചത്. കണ്ടില്ലേ, എത്ര പേരെ കിട്ടിയാലും നമ്മൾ റെസ്ക്യൂ ചെയ്യണം. പക്ഷെ ചുരുങ്ങിയൊരു വീടുകൾ കാണിച്ചു കൊടുത്തു, അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ചുരുക്കത്തിൽ കാണിച്ചു കൊടുത്തു. അന്ന് പൊട്ടി വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ വെള്ളത്തിന്റെ നിറമൊക്കെ ഒന്നും മാറിയിരുന്നില്ല അല്ലെ? ഒരു മണിക്ക് ഉണ്ടായ സമയം 1:50 നമ്മൾ പൊട്ടുന്ന സമയത്ത് നമ്മൾ വെള്ളം എങ്ങനത്തെ രീതിയിലൊന്നും കാണുന്നില്ല. നേരം വെളുക്കുമ്പോൾ 5 മണിയോടുകൂടിയാണ്. തലേ ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു? തലേ ദിവസം കലക്കും ഉണ്ട്, കലക്കുണ്ട്, ചെറുതായിട്ട് കലക്ക് വരുന്നുണ്ട്. മഴവെള്ളല്ലേ, കലക്കുന്നുണ്ട്. നമ്മളന്ന് രാത്രി പറയുന്നുണ്ടായിരുന്നു. അതെ കലക്കുന്നുണ്ട്. നമ്മൾ അന്ന് രാത്രി മൂലം രക്ഷാപ്രവർത്തനം രാവിലെ നടത്തിയിരുന്നു. ആ സമയം മുതൽ ഇതുവരെ നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്.